പകൽ പോലെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ആരാണ് കൊട്ടേഷൻ കൊടുത്തത്, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ കോടതികൾ വരെ വിലക്ക് വാങ്ങപ്പെടുന്നു. കോടതി അലക്ഷ്യമാണ് നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ചെയ്യുന്നത് അതിജീവിത അലക്ഷ്യമാണ്. അതിജീവിതയ്ക്ക് ന്യായം കൊടുക്കാൻ എങ്ങനെ കൊടുക്കാതിരിക്കും എന്നിങ്ങനെ ഉറക്കമുളച്ച് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് പോകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എസ്പെഷ്യലി മലയാളം സിനിമ ഒരു നാഷണൽ ഫ്രണ്ടിൽ ചർച്ചയാവുന്നുണ്ട്. അത് ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ആ ഒരു വിധിയെ പല രീതിയിൽ ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതിജീവിത ആ വിധിയിൽ ഒട്ടും തൃപ്തിയല്ല എന്നാ പറയുന്നത്. ശരിക്കും അപ്പോ ഈ ന്യായം, നീതി ഇതിനെ ഏത് സ്റ്റാൻഡിലാണ് നമ്മൾ കാണണ്ടേ പൊതുസമൂഹം? ഇപ്പൊ എന്തും നെഗോഷ്യബിൾ ആയിരിക്കുകയാണ്. നല്ലത് ഏതാണെന്നുള്ളത്, അല്ലെങ്കിൽ നീതിയുക്തമായത് ഏതാണെന്നുള്ളത് ഒക്കെ തെരുവിൽ നെഗോഷ്യബിൾ ആയിരിക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു KP കേശവമേനോ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയോ ഒക്കെ ഒരു എഡിറ്റോറിയൽ എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ മൊത്തം സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇന്ന് സമൂഹത്തിലെ ഏറ്റവും കൂതറയായിട്ടുള്ള, ഏറ്റവും ഹെയ്റ്റ് മോങ്കറിങ് ആയിട്ടുള്ള ഒരാൾ എഴുതുന്ന സാധനമാണ് പെർക്കുലേറ്റ് അപ്പായിട്ട് അതിന് പറ്റിയ നേതാക്കളെ കണ്ടുപിടിക്കുന്നത്. ബോട്ടം അപ്പാണ് ഒപ്പീനിയൻ ഫോമിങ് ഇന്ന് നടക്കുന്നത്. ഈ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.